സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് CAG റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ റവന്യൂ കമ്മി നിയന്ത്രിക്കാനായില്ലെന്നും മൊത്തം ചെലവ് 5 വർഷം കൊണ്ട് ഇരട്ടിയായെന്നും റിപ്പോർട്ടിലുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വരുമാനം കുറഞ്ഞതായും ചെലവും പലിശയും നേരിടാൻ വരവ് പര്യാപ്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആശങ്കജനകമാവിധം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. എല്ലാ മേഖലകളിലും സമ്പദ് വ്യവസ്ഥ മോശം അവസ്ഥയിലാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്തിന് റവന്യൂ കമ്മി നിയന്ത്രിക്കാനായില്ല. മൊത്തം ചിലവ് 5 വർഷത്തിൽ ഇരട്ടിയായി. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, കോർപ്പറേഷനുകൾ എന്നിവയിൽ നിന്നുള്ള വരുമാനം മോശമായി തുടർന്നു. വായ്പ തിരിച്ചടയ്ക്കൽ തോതും കുറഞ്ഞു. വായ്പ നൽകുന്നത് സംബന്ധിച്ച രേഖകൾ വകുപ്പുകൾ ശരിയായി സൂക്ഷിക്കുന്നു പോലുമില്ല. കടബാധ്യതകൾ 14.4% വർദ്ധിച്ചു. പ്രാഥമിക ചെലവുകളുടെയും പലിശ ബാധ്യതകളുടെയും വർധനവ് നേരിടാൻ സംസ്ഥാനത്തിന്റെ കടമിതര വരുമാനം പര്യാപ്തമല്ല എന്നിവയാണ് CAGയുടെ പ്രധാന കണ്ടെത്തലുകൾ. 2015 ജൂൺ വരെ 7.15 കോടി രൂപയുടെ ധനദുർവിനിയോഗം, പണാപഹരണം എന്നിവയടക്കം 114 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഒന്നിലും നടപടിയെടുത്തില്ലെന്ന് CAG റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും കണക്കുകൾ സൂക്ഷിക്കുന്ന സംവിധാനങ്ങൾ അവലോകനം ചെയ്യണമെന്നും CAG ശുപാർശ ചെയ്യുന്നു. ചുരുക്കത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. JNU പ്രശ്നത്തിൽ കോടതികളിൽ BJP അഭിഭാഷകരുടെ അഴിഞ്ഞാട്ടം. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് കോടതിക്കുള്ളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച BJPക്കാരായ അഭിഭാഷകർ ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യ കുമാറിനെ നിലത്തിട്ട് ചവിട്ടി. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 5 അംഗ അഭിഭാഷക സംഘത്തിന് നേരെയും കല്ലേറുണ്ടായി. അതേസമയം കനയ്യ കുമാറിനെ മാർച്ച് 2 വരെ റിമാൻഡ് ചെയ്തു. പട്യാല കോടതി വളപ്പിനുള്ളിൽ അഭിഭാഷക ഗുണ്ടകൾ 2ാം ദിവസവും അഴിഞ്ഞാടി. കോടതിയിൽ ഹാജരാക്കിയ കനയ്യകുമാറിന് നേരെ ആക്രമണമുണ്ടായി. കനയ്യയുടെ കാലിന് പരിക്കേറ്റു. പിന്നീട് കോടതി ആവശ്യപ്പെട്ടതനുസരിച്ചെത്തിയ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. കോടതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അഭിഭാഷകർ അക്രമം അഴിച്ചുവിട്ടിരുന്നു. റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച് ക്യാമറ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. കോടതിക്കുള്ളിൽ നിന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടായി. കനയ്യ ഹാജരാകുമ്പോൾ പാലിക്കേണ്ട ചില നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി നൽകിയിരുന്നു. ഇത് പാടെ ലംഘിച്ചുകൊണ്ടായിരുന്നു RSS അഭിഭാഷകരുടെ അക്രമം നടക്കുന്നതറിഞ്ഞ് സുപ്രീം കോടതി അടിയന്തരമായി 5 അംഗ മുതിർന്ന അഭിഭാഷക സംഘത്തെ പട്യാല കോടതിയിലേക്ക് അയച്ചു. കോടതിയിലെ ബഹളം സുപ്രീം കോടതി നിയോഗിച്ച സംഘം മൊബൈൽ ക്യാമറയിൽ പകർത്തി. അക്രമം നിയന്ത്രണാതീതമായതോടെ ഒരു വേള കോടതി നിർത്തിവച്ചാലോ എന്ന് സുപ്രീം കോടതി നിയോഗിച്ച സംഘം ചർച്ച ചെയ്തു. ഇവർക്ക് നേരെ അസഭ്യവർഷവും കൂക്കുവിളികളും കല്ലേറുമുണ്ടായി. പോലീസ് സുരക്ഷയില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ കൊല്ലപ്പെട്ടേനെയെന്ന് ഇവർ സുപ്രീം കോടതിയെ അറിയിച്ചു. കനയ്യയുടെ ജീവൻ അപകടത്തിലാണെന്ന് സംഘം സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകി. പാക് ചാരനെന്ന് തന്നെ അധിക്ഷേപിച്ചതായി സമിതിയിലുണ്ടായിരുന്ന മുതിർന്ന അഭിഭാഷകൻ രാജീവ് ധവാൻ സുപ്രീം കോടതിയെ വ്യക്തിപരമായി ധരിപ്പിച്ചു. അതേസമയം മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 2ാം തീയതി വരെ 14 ദിവസത്തേക്ക് കനയ്യയെ റിമാൻഡ് ചെയ്തു. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കനയ്യ പ്രേരിപ്പിക്കുന്നുവെന്ന FIR പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യനാണ് താൻ, ഭരണഘടനയിലും ജുഡീഷ്യറിയിലും വിശ്വസിക്കുന്ന തന്നെ രാജ്യദ്രോഹിയാക്കരുതെന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കനയ്യയും കോടതിക്ക് നൽകി. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശത്തിനു പോലും വില കൽപ്പിക്കാതെയാണ് പട്യാല കോടതിയിൽ അഭിഭാഷകർ അഴിഞ്ഞാടിയത്. 2ാം ദിവസം തുടർച്ചയായും ഒരേ തരത്തിൽ അക്രമമുണ്ടായിട്ടും ഡൽഹി പോലീസ് നിഷ്ക്രിയമായി നോക്കി നിന്നു. ദില്ലി പട്യാല കോടതിക്ക് മുമ്പിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. JNUവിൽ രാജ്യദ്രോഹ പ്രവൃത്തികൾ നടന്നിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കനയ്യ കുമാറിനെ അറസ്റ്റ് ചെയ്തത് ദില്ലി പോലീസിന്റെ അമിതാവേശമായിരുന്നെന്നും രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കനയ്യ കുമാറിന് നേരെ ചുമത്തിയ കുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ദില്ലി പോലീസ്. ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ആവശ്യപ്പെട്ടതും അസുരാരാധന നടത്തിയതുമാണ് വിദ്യാർത്ഥികൾക്കെതിരായ രാജ്യദ്രോഹ കുറ്റമായി പോലീസ് ചുമത്തിയിരിക്കുന്നത്. ദില്ലി പോലീസിന്റെ കണ്ടെത്തലുകൾ കെട്ടുകഥയായിരുന്നുവെന്ന കണ്ടെത്തലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിനുള്ളത്. JNU വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ കനയ്യ കുമാർ രാജ്യദ്രോഹ പ്രവൃത്തികൾ നടത്തിയിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി. കനയ്യയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് ദില്ലി പോലീസിന്റെ അമിതാവേശമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കനയ്യക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളിൽ ദില്ലി പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പോലീസ് കമ്മീഷണർ BS ബസി കൂടിക്കാഴ്ച നടത്തി. കനയ്യയ്ക്ക് ക്ലീൻ ചീറ്റ് നൽകാനാകില്ലെന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബസി പറഞ്ഞു. No, I don't think, you see, he has been beaten up. My information is that there was a lot of jostling when he was brought to the court, and considering the situation there,
we were expecting this sort of jostling. That is why he was not brought by only one or two persons, which we normally do when we escort any under trial. അതേസമയം JNU സംഭവത്തിൽ തെറ്റുപറ്റിയിട്ടില്ലെന്ന് കാണിക്കാൻ വിചിത്രമായ റിപ്പോർട്ടാണ് പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഹോസ്റ്റൽ മെസ്സിൽ ബീഫ് ഉൾപ്പെടുത്താൻ കന്നയ്യ അടക്കമുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. നവരാത്രി ദിനത്തിൽ അസുര ആരാധന ഹോസ്റ്റലിൽ സംഘടിപ്പിച്ചു. ദില്ലി പോലീസ് തന്നെ നിയോഗിച്ച പോലീസുകാരൻ സർവകലാശാലയിൽ നിന്ന് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാശ്മീർ വിഘടനവാദി നേതാവ് ഗിലാനിയെ JNUവിൽ അതിഥിയാക്കിയെന്നും ബീഫ് ആവശ്യം ഗിലാനി വഴി ആവശ്യപ്പെട്ടിരുന്നെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മാസം IS ഭീകരരുടെ അടിമയായി കഴിഞ്ഞ 21-കാരിയായ നായിദ മുറാദ് ഭീകരർ സ്വന്തം കുടുംബത്തെ കൺമുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയതിന്റെ ഓർമ്മകളിൽ നിന്നും ഇപ്പോഴും മുക്തിയായിട്ടില്ല. IS ഭീകരരെ വേരോടെ പിഴുതെറിയാൻ ലോകരാജ്യങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി ലണ്ടനിലെത്തിയ നായിദ തന്റെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചു. ലണ്ടനിൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഹൗസിൽ സംസാരിക്കവെയാണ് നായിദ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത്. അമ്മയെയും സഹോദരന്മാരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഭീകരർ തന്നെ മൊസൂളിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് പലതവണ പീഡനത്തിന് ഇരയാക്കിയെന്നും നായിദ പറയുന്നു. 9 വയസ്സുള്ള പെൺകുട്ടികളെ പോലും ഭീകരർ പീഡിപ്പിക്കുകയും അതിനുശേഷം അവരെ വിൽക്കുകയും ചെയ്യുന്നു. കുട്ടികളും യസീദി പെൺകുട്ടികളും ഉൾപ്പെടെ 5800 പേർ ഐസിസിന്റെ പിടിയിലുണ്ട്. പുരുഷന്മാരെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോകുന്നതാണ് ഐസിസിന്റെ രീതി. സ്ത്രീകളെയും കുട്ടികളെയും നിർബന്ധിത ലൈംഗികതയ്ക്ക് വിധേയരാക്കും. ഇസ്ലാമിന്റെ പേരിൽ കൊലപാതകം, പീഡനം തുടങ്ങി എല്ലാ നീചകൃത്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെന്നും നായിദ പറഞ്ഞു. 100-ലധികം സ്ത്രീകളെ പലതവണ ഒരുമിച്ച് കൊന്നു കുഴിച്ചുമൂടിയിട്ടുണ്ട്. ദിനംപ്രതി ഐസിസിന്റെ ക്രൂരതയ്ക്ക് ഇരയാകുന്ന നിരവധി യസീദി പെൺകുട്ടികൾ ഉണ്ടായിട്ടും ലോകം മുഴുവൻ മൗനത്തിലാണെന്നും നായിദ കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്. ശാന്തശീലനായ മാർപ്പാപ്പ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്നത്. മുഖമൊന്ന് വാടിയോ മുഖം കറുത്തോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മെക്സിക്കോയിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ ഒരു വിശ്വാസി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്ഷമ കെടുത്തി. സാധാരണ ബുള്ളറ്റ് പ്രൂഫ് പോപ്പി മൊബീലിയോ എന്ന വാഹനത്തിലാണ് മാർപ്പാപ്പമാർ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യാറ്. എന്നാൽ കൂടുതൽ ജനകീയനായ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പൊതുവെ തുറന്ന വാഹനത്തിലാണ് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത്രമേൽ ജനകീയനായ പാപ്പ വിശ്വാസികളെ ആശീർവദിക്കാൻ അവർക്കിടയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു വിശ്വാസി കയ്യിൽ പിടിച്ചത്. പിടിവിടാതിരുന്നതോടെ തിരക്കിനിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ബാലൻസ് തെറ്റുകയും തൊട്ടടുത്ത് വീൽ ചെയറിലുണ്ടായിരുന്ന ഒരാളുടെ മേലേക്ക് വീഴുകയുമായിരുന്നു. തുടർന്നാണ് തന്റെ കയ്യിൽ പിടിച്ചു വലിച്ച വിശ്വാസിയോട് മാർപ്പാപ്പ ദേഷ്യപ്പെട്ടത്. തുടർന്നുള്ള സന്ദർശനങ്ങളിൽ ജനങ്ങൾക്കും വിശ്വാസികൾക്കും ഇടയിലേക്ക് പോപ്പിനിറങ്ങുന്നതിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലക്കേർപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. തുറന്ന വാഹനത്തിലെ യാത്ര അവസാനിപ്പിച്ച് ബുള്ളറ്റ് പ്രൂഫ് പോപ്പി മൊബീലിയോ നിർബന്ധമാക്കുമെന്നും സൂചനയുണ്ട്. പോപ്പിന്റെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാൻ 1000-കണക്കിന് രൂപ വേണമെന്ന് ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. 251 രൂപയ്ക്ക് സ്മാർട്ട് ഫോണുമായി ഒരു ഇന്ത്യൻ കമ്പനി എത്തുന്നു. ഇന്ത്യൻ കമ്പനിയായ റിംഗിംഗ് ബെൽസ് ആണ് ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ വിപണിയിലെത്തിക്കുന്നത്. ഒരു മാസത്തെ 3G ഇന്റർനെറ്റ് പാക്ക് റീചാർജ് ചെയ്യേണ്ട തുകയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ നൽകാമെന്ന വാഗ്ദാനവുമായാണ് ഇന്ത്യൻ കമ്പനിയായ റിംഗിംഗ് ബെൽസ് വരുന്നത്. നോയിഡ ആസ്ഥാനമായ കമ്പനി 251 രൂപ വിലയിൽ പുറത്തിറക്കുന്ന ഫ്രീഡം 251 എന്ന് പേരിട്ടിരിക്കുന്ന ഫോണിന്റെ പ്രീ ബുക്കിംഗ് നാളെ ആരംഭിക്കും. 500 രൂപയ്ക്ക് താഴെ വിലയിൽ സ്മാർട്ട് ഫോൺ പുറത്തിറക്കുമെന്നായിരുന്നു റിംഗിംഗ് ബെൽസിന്റെ പ്രഖ്യാപനം. ഇപ്പോഴാണ് 251 രൂപയ്ക്കാണ് ഫോൺ വിപണിയിൽ ഇറക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കിയത്. ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും ഫ്രീഡം 251. 4-ഇഞ്ച് ഡിസ്പ്ലേ, 1.3 GHz ക്വാഡ് കോർ പ്രൊസസർ, 1GB റാം, 32GB വരെ വിപുലീകരിക്കാവുന്ന 8GB ഇന്റേണൽ മെമ്മറി, 3.2 MP പ്രധാന ക്യാമറ, 0.3 MP ഫ്രണ്ട് ക്യാമറ എന്നിവയായിരിക്കും ഫോണിലുള്ളത്. 3G സൗകര്യത്തോടെ വിപണിയിലെത്തുന്ന ഫോണിന് 1 വർഷ വാറണ്ടിയും ലഭിക്കും. നാളെ വൈകിട്ട് ദില്ലിയിൽ നടക്കുന്ന ചടങ്ങിലായിരിക്കും ഫോൺ വിപണിയിലിറക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് കമ്പനി ഫോൺ പുറത്തിറക്കുന്നത്. നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന പ്രീ ബുക്കിംഗ് ഈ മാസം 21 രാത്രി 8 വരെ തുടരും. ജൂൺ 30 ഫോണിന്റെ വിതരണം നടക്കുക. ന്യൂസ് ഡെസ്ക്.
ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളായ ശ്വേതരക്താണുക്കളെ ഉപയോഗിച്ച് അർബുദത്തെ കീഴ്പ്പെടുത്തുന്ന നൂതന ചികിത്സ രൂപപ്പെടുത്തിയതായി ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ. ശ്വേതരക്താണുക്കളിലെ തന്നെ ടി സെല്ലുകൾ എന്ന് വിളിക്കപ്പെടുന്ന കോശങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്. അർബുദ ചികിത്സാ രംഗത്ത് ഈ കണ്ടെത്തൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളായ ശ്വേതരക്താണുക്കളെ ഉപയോഗിച്ച് അർബുദത്തെ കീഴ്പ്പെടുത്തുന്ന നൂതന ചികിത്സ മിലാനിലെ സാൻ റാഫേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് വികസിപ്പിച്ചെടുത്തത്. ഇവയെ ജനിതകമാറ്റം വരുത്തിയ ശേഷം ലാബിൽ വർദ്ധിപ്പിക്കും. ഇത് രക്തത്തിൽ കലർത്തിയാണ് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത്. ജനിതകമാറ്റം വരുത്തിയ രക്താണുക്കളുടെ പ്രവർത്തനം 14 വർഷം വരെ ഉണ്ടാകുമെന്നും രോഗം മടങ്ങി വരില്ലെന്ന് ഇത് ഉറപ്പാക്കുമെന്നും ഗവേഷകർ പറയുന്നു. 5 മാസത്തിനപ്പുറം ജീവിച്ചിരിക്കില്ലെന്ന് വിധിയെഴുതിയ രക്താർബുദ ബാധിതർ 18 മാസത്തെ ടീസൽ ചികിത്സയിലൂടെ രോഗമുക്തരായെന്ന് ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തി. രോഗം തിരിച്ചു വരുന്നതിന്റെ യാതൊരു സൂചനയും ഇവരിലില്ലെന്നും മരുന്നിന്റെ സ്വാധീനം 14 വർഷം വരെ നിലനിൽക്കുമെന്നും അമേരിക്കൻ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസിൽ സമർപ്പിച്ച പ്രബന്ധത്തിലുണ്ട്. മരുന്ന് പരീക്ഷിച്ച 94% രോഗികളിലും രോഗം പൂർണ്ണമായി മാറി. അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന അർബുദം ബാധിച്ച 35 പേരിലാണ് പരീക്ഷണ ചികിത്സ നടത്തിയത്. ഇവരിൽ 90%-ലേറെ പേരിലും ചികിത്സ വിജയിച്ചു. പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ ഇക്കൊല്ലം അവസാനം പ്രസിദ്ധീകരിക്കും. അതേസമയം ടീസൽ തെറാപ്പിയുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അർബുദ ചികിത്സാ രംഗത്തെ ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. എല്ലാ രോഗികളിലും ഇത് ഫലിക്കില്ലെന്നും ചില രോഗികളിൽ മാരകമായ പ്രതിപ്രവർത്തനം നടക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുമെന്നും അവർ പറയുന്നു. എല്ലാ ചികിത്സയും വിഫലമായ രോഗികളിൽ ടീസൽ ചികിത്സ വിജയിച്ചത് അപൂർവ നേട്ടമാണെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിൽ കോഴിക്കോട് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. മൃതദേഹം കക്കട്ടിൽ കണ്ടോത്തുകുനി ജുമാ മസ്ജിദിൽ ഖബറടക്കി. പ്രിയപ്പെട്ട കഥാകാരന് വിട. നർമ്മത്തിന്റെ മൂടുപടം പുതപ്പിച്ച് ആഴമുള്ള വിഷയങ്ങൾ സാഹിത്യലോകത്ത് സമ്മാനിച്ച എഴുത്തുകാരൻ ഇനി പറഞ്ഞ വാക്കുകളിലൂടെയും എഴുതിവെച്ച കഥാപാത്രങ്ങളിലൂടെയും ജീവിക്കും. അക്ബർ കക്കട്ടിലിന്റെ മൃതശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ കക്കട്ടിലെ കണ്ടോത്തുകുഴി ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു. രാവിലെ 9 മണി മുതൽ കോഴിക്കോട് ടൗൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതശരീരത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ പെരുമ്പടവം ശ്രീധരൻ, VR സുധീഷ്, KP രാമനുണ്ണി, PK പാറക്കടവ്, സുഭാഷ് ചന്ദ്രൻ, സിനിമാ താരങ്ങളായ ശ്രീനിവാസൻ, മാമുക്കോയ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ ടൗൺഹാളിൽ എത്തി. കൈർലി TVക്ക് വേണ്ടി മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫും കോഴിക്കോട് റീജിയണൽ ചീഫ് PV കുട്ടനും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വടകര ടൗൺഹാളിലും ഏറെക്കാലം അധ്യാപകനായി പ്രവർത്തിച്ച വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് 5 മണിയോടെയായിരുന്നു സംസ്കാരം. ന്യൂമോണിയ ബാധയെ തുടർന്ന് ഒരാഴ്ചക്കാലമായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തന്റെ സൗഹൃദവേദികളെ അക്ബർ സദസ്സാക്കി മാറ്റിയ എഴുത്തുകാരന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് കോഴിക്കോടും സാഹിത്യലോകവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ധനുഷിനെ നായകനാക്കി ദുരൈ സെന്തിൽകുമാർ ഒരുക്കുന്ന കോടി ഒരുങ്ങുന്നു. പ്രേമം സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായിക. മറ്റൊരു പ്രധാന വേഷത്തിൽ തൃശയും കോടിയിലെത്തുന്നുണ്ട്. ധനുഷിനെ നായകനാക്കി ദുരൈ സെന്തിൽകുമാർ ഒരുക്കുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ കോടിയിൽ നായികയായെത്തുന്നത് അനുപമ പരമേശ്വരനാണ്. പ്രേമത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ അനുപമയുടെ ആദ്യ തമിഴ് ചിത്രമാണ് കോടി. സിനിമയുടെ തെലുങ്ക് റീമേക്കിലും അനുപമ തന്നെയാണ് നായിക. കോടിയിൽ അനുപമയ്ക്കൊപ്പം തൃഷയാണ് മറ്റൊരു നായികയെത്തുക. ചിത്രത്തിൽ നെഗറ്റീവ് റോളിലാകും തൃഷ എത്തുന്നത്. ഇരട്ട വേഷത്തിലെത്തുന്ന ധനുഷിനൊപ്പം സതീഷ്, SA ചന്ദ്രശേഖർ, സുബു പഞ്ചു, വിനു മോഹൻ എന്നിവരാണ് മറ്റു താരങ്ങൾ. വിദ്യാ ബാലനെയായിരുന്നു ചിത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചത്. പിന്നീട് ആ വേഷം തൃഷയിലെത്തി. എന്റർടൈൻമെന്റ് ഡെസ്ക്, ആർട്ട് കഫേ. ജിത്തു ജോസഫും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രം ഊഴത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ ആദ്യവാരം ആരംഭിക്കും. ദിവ്യാപിള്ള നായികയാവുന്ന ചിത്രത്തിൽ നീരജ് മാധവ്, ഇർഷാദ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. മെമ്മറീസിന് ശേഷം ജിത്തു ജോസഫും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രമായ ഊഴത്തിൽ ദിവ്യാപിള്ള നായികയാകും.
അയാൾ ഞാനല്ല എന്ന വിനീത് കുമാറിന്റെ ഫഹദ് ഫാസിൽ ചിത്രത്തിലൂടെയായിരുന്നു ദുബായിൽ ഇലക്ട്രോണിക് എഞ്ചിനീയറായ ദിവ്യയുടെ മലയാളത്തിലെ അരങ്ങേറ്റം. അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലെ ക്യാമറാമാനായ ഷംദത്താണ് ദിവ്യയുടെ പേര് ഈ ചിത്രത്തിന് ശുപാർശ ചെയ്തത്. സസ്പെൻസ് ത്രില്ലറായ ചിത്രത്തിൽ നായകനായ പൃഥ്വിരാജിന്റെ കാമുകിയുടെ വേഷമല്ല ദിവ്യയ്ക്ക്. നീരജ് മാധവർ, ഇർഷാദ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ ആദ്യവാരം ആരംഭിക്കും. പൃഥ്വിരാജിന്റെ ഈ വർഷത്തെ ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും. ഷാംദത്ത് സൈനുദ്ദീനാണ് ഊഴത്തിന്റെ ഛായാഗ്രഹണം. സി ജോർജും ആന്റോ പടിഞ്ഞാറേക്കരയും ചേർന്നാണ് ഫൈൻ ട്യൂൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ആർട്ട് കഫേ.